ഹായ് ഹലോ. ഞാനിതായിരുന്നു രാവിലെ മസാല ദോശയ്ക്കാണ് കടി. രാവിലെ ജംസിയാപ്പിൻ്റെ ചാടിയൊക്കെ എന്നെ പോലെ പോയി. മക്കളൊന്നും നീച്ചിട്ടില്ല. ഞാൻ എനിക്ക് ചാടിക്കാൻ വേണ്ടിയിട്ട് കടി ഉണ്ടാക്കണം. ഓല് നീച്ചിട്ട് പോയി ഓലിക്ക് അപ്പം ഉണ്ടാക്കാമല്ലോ കരുതി. ഇത് അപ്പക്കപ്പൊക്കെ ചുട്ടാലല്ലേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കടി ഉണ്ടാക്കി തിന്നിട്ടേ കരുതി നിൽക്കുക. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങാനും മുറ്റടിച്ച് വരാണ്ട്. നല്ല കാറ്റടിച്ചിട്ട് ചപ്പൊക്കെ നല്ലോണം ഉണക്കുന്നു. ചോറിനത് അവിടെ കത്തിച്ചിക്കണു. ഞാൻ കരിയിട്ടിട്ട് പോയാൽ പിന്നെ അതങ്ങനെ കടന്ന് തിളച്ചോളും. ഏതായാലും ഞാൻ ചായ കുടിക്കാൻ നോക്കട്ടെ, എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഞാനിതാ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിക്കാണ്. ഇതാക്കണു മസാല ദോശ. നല്ല ഫില്ലിങ്ങൊക്കെ രസമുണ്ട് പറഞ്ഞ് ജംസിയാക്കും. ഇതാക്കണം ഉള്ളിൽ. ഏതായാലും ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. പിന്നെ ചായ കുടിച്ചിട്ട് കാണാം. ഞാനതാ അപ്പോൾ ചായയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ സിറ്റ് ഔട്ടിൽ നല്ല കച്ചറ ഉണ്ടായിരുന്നു. അപ്പോൾ സിറ്റ് ഔട്ടുണ്ട് ആദ്യം അടിച്ചിട്ട് ഇറങ്ങാതെ ഗതിയായി നിന്ന്. അപ്പോൾ ഞാൻ നിന്നപ്പോഴാണ് നമുക്കൊരു അപ്പുറത്തൊരു അതിഥി ഉള്ളത് കാട്ടിത്തരാം. കാണുന്നുണ്ടോയെന്നറിയില്ല. അവിടെ എപ്പോഴും ഉള്ളതാണത്. പള്ളിയാണത്. അത് പള്ളീൻ്റെ നേരെ മുമ്പിൽ കാണുന്നത് അംഗൻവാടിയാണ്. ആ ഷീറ്റ് മേലെ കാണുന്നില്ലേ, അത് അംഗൻവാടിയാണ്. പള്ളിയുടെ മുകളിൽ മയിൽ വന്നിരിക്കണം. ഇങ്ങനെ മയിലുകൾ ഇവിടെ എപ്പോഴും വരുന്നതാണ്. ആ മയിൽ ഇവിടെ സ്ഥിരമാണ്. അപ്പോൾ മുറ്റത്തിൻ്റെ കോലം ഇതാണ്. ഞാൻ ഡെയിലി ഒന്നും മുറ്റടിക്കാൻ ഇറങ്ങില്ല, ഒന്നര ഇട്ടിട്ടുള്ള ഇറങ്ങൽ. കാര്യമായിട്ട് ചപ്പും കാര്യങ്ങളൊന്നും ഉഗ്ഗലില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. ആ കാണുന്നത് ഞങ്ങളൊരമ്മോൻ്റെ വീട്. ഇത് തറവാടായിരുന്നു. ആ കാണുന്നത് ഒരമ്മോൻ്റെ വീടുമാണ്. ഒക്കെ ജംഷിയാപ്പൂർ ഉമ്മാൻ്റെ ആങ്ങളാരാണ്. അതൊക്കെ ആങ്ങളാരെ വീടുകളാണ്. അപ്പോൾ ഞങ്ങൾ മുറ്റടിച്ചിട്ട് കാണാം. ഞാൻ പിന്നെ മുറ്റടിക്കട്ടെ എത്തി മുറ്റടിക്കാൻ നിന്നു. അങ്ങനെ ആ മുറ്റടിക്കണീൻ്റെ അടിയിൽ നിന്ന് ഇസു അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. ഞാനും ഒപ്പം ടി വി വേണമെന്ന് പറഞ്ഞാണ്ട്. അജു ഇല്ലാത്തതുകൊണ്ട് ഓന് ആരെങ്കിലും ഒപ്പം വേണം. അതിനങ്ങനെ കരയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കയറിപ്പോന്നു. ഇസു ദാ ഇവിടെ ടി വി കാണുകയാണ്. ഒരായിരത്തെ കുട്ടി ചീത്ത കുട്ടിയേക്കണു 2 ദിവസമായിട്ട്. ഒരു വാശി ആയിക്കണു. ഞാൻ ഇപ്പം മുറ്റടിക്കാൻ ഫുള്ളാക്കാൻ അയച്ചു. ചീത്ത കുട്ടി. ഓന് ടി വി കാണാണ്. അജുമോന് നീച്ചിട്ടില്ല. ഓനൊന്ന് നീച്ചാനാവണുള്ളൂ. നീച്ച പിന്നെ ഇവന് ടി വി കാണാൻ കൊടുക്കൂല. ഓൻ എന്നെ വാസി പിടിച്ചേക്കരും. ഓന് കാണണം. അപ്പോൾ ഇവനും തിരക്കാക്കരും. ഇവന് കാണണം. ഇവന് പറ്റണത് ഓന് പറ്റൂല, ഓന് പറ്റുന്നത് ഇവന് പറ്റൂല. ആകെ തിരക്കാക്കരഞ്ഞ്. അപ്പോൾ ഓൻ നീച്ചോളം ഓന് സമാധാനത്തിന് കുറച്ച് നേരം ഇട്ട് കൊടുത്തതാണ്. കുറച്ച് ടൈമുകൾ കാണുക. അതിമ തന്നെ ഇരിക്കൂല. ഓന് തീരെ ഇരിക്കൂല. അജുമോൻ പിന്നെയും കുറച്ച് നേരമൊക്കെ ഇരിക്കും. ഇപ്പം തീരെ ഇരിക്കൂല. മറ്റോന് ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓന് പിന്നാലെ ഇരിക്കുള്ളൂ. അപ്പോൾ ഓന് പറ്റിയതല്ലല്ലോ ഇടുക. അങ്ങനെ ഇരിക്കുള്ളൂ. ഞാനെൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് പോട്ടെ. ഏതായാലും കുറച്ച് നേരം ഇവിടെ ഇരിക്കണുണ്ട് ഓന്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പണികൾ എടുക്കട്ടെ. തിരുമ്പാനുണ്ട് തുണികൾ. അപ്പോൾ മെഷീനിൽ ഇട്ട് എഴുതി നിൽക്കുകയാണ്. മുറ്റടിച്ചവരിൽ ഏതായാലും മുന്നേ ഒരു സൈഡും കഴിഞ്ഞു. ബാക്കി ഇനി നേരം ഉണ്ടെങ്കിൽ അടിച്ചണം, അല്ലെങ്കിൽ പിന്നെ അടിച്ചണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറഞ്ഞ ഷെയർ ചെയ്യാൻ പറഞ്ഞ
കണ്ടോക്കാം. ഓൻ്റെ ടി വി കാണൽ കഴിഞ്ഞ് നേരെ എൻ്റെ ഒക്കത്ത് കയറി. മന പോയി കുട്ടികളെ പോയി ടി വി കാണാം. പോയി ടി വി കാണാം കേട്ടോ. അപ്പം ഞാനും കാണുവന് ഉമ്മ വാ. ഞാൻ അല്ലാതെ ഓന് കാണാൻ തന്നെ വെച്ചത്. ഇന്നിപ്പോൾ അജുമോനും നീച്ചിട്ടില്ലല്ലോ. അജുമോൻ നീച്ചിക്കൊണ്ട് വെച്ചാൽ ഓനായിട്ടില്ല തിരക്കൂടില്ലാക്കറോ വെച്ച് കൂക്കുണ്ടാക്കട്ടെ. വെണ്ടയ്ക്കും തക്കാളിയും കറിയൊക്കെ ചെയ്തിട്ടാണ്. മീൻ വന്ന മീനും വാങ്ങാം. 2-3 ദിവസമായിട്ട് ഫുള്ള് ചിക്കനല്ലേ. ഇന്ന് മാറ്റി ഫുള്ള് മീനാക്കാലൊക്കെ എത്തിയിട്ട് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ അവിടെ തറവാട്ടിൽ നിന്ന് മാങ്ങ ആക്കിന് ചാടിയതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കുറച്ച് അച്ചാറിടണം. പ്രാവശ്യം അച്ചാർ ഇട്ടിട്ടില്ല. അച്ചാർ ഇടലുണ്ട് ഇവിടെ. പ്രാവശ്യം അച്ചാർ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ മാങ്ങയുണ്ട് അത്യാവശ്യം നല്ല വലിയ മാങ്ങകളാണ്. അപ്പോൾ അതുകൊണ്ട് അച്ചാറിടുന്നത് കാട്ടിത്തരട്ടില്ലേ. ഇവിടെ മാങ്ങച്ചാറൊക്കെ ഭയങ്കര താല്പര്യം. ഇടയ്ക്കൊക്കെ ആദ്യം എപ്പോഴും ഉണ്ടാക്കിയിരുന്നു. പിന്നെ അങ്ങനെ പ്രാവശ്യം മാങ്ങ കിട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് തന്നെ ഇല്ല. അങ്ങനെ ആയിരത്തിൽ കൂടി ഞാൻ മാങ്ങച്ചാറൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് ഞാൻ വെടിയും വെച്ച് ബാക്കി അമ്മാക്കും കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ മോന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് മാങ്ങ പഴുത്ത ഉണ്ടായി 2 അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാമല്ലോ ഒക്കെ എഴുതി നിർത്തിയിരുന്നു. അപ്പം ജ്യൂസ് വേണ്ടമ്മാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ ജ്യൂസ് അടിക്കണ്ടല്ലേ. ഞാനും വേഗം കേട്ടത്തിന് ഞാനും വേഗം കൊണ്ടുപോയി കൊടുത്തു. ആ ഒരു പണിയാണ് ലാഭം കിട്ടിയല്ലോ. പിന്നെ ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ വേഗം കഴിക്കാൻ നോക്കിയാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടുപോകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.